എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജനുവരി മാസം പരീക്ഷകളുടെ മാസം. ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പണി വരാൻ പോവുകയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനുവരി മാസം പരീക്ഷകളുടെ മാസം തന്നെയാണ്. കാരണം നിരവധി എക്സാംസ്, ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ, അതുപോലെയുള്ള നിരവധി എക്സാംസ് ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കുകൾ കാരണവും ക്രിസ്മസ് അവധിയൊക്കെ കാരണവും ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന നിരവധി പരീക്ഷകൾ ജനുവരിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പണി വരുന്നു. ആർക്കാണ് പണി വരുന്നത്? പ്രത്യേകിച്ച് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടാണ്. നമ്മൾ എപ്പോഴും തന്നെ പറയുന്നൊരു കാര്യമാണ്. എന്നാലും നമ്മൾ വീണ്ടും നിരവധി വിദ്യാർത്ഥികൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും പരീക്ഷ എഴുതാൻ സാധിക്കുമോ, ഇനി അവസരങ്ങളില്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് തീർച്ചയായും അവർക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ 5 to 6 ഇയേഴ്സ് മാത്രമാണ്. ഈ 5 to 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 6 വർഷം വരെ അനുവദിക്കുന്നത് കോവിഡ് കാലത്തായിരുന്നു. 5 to 6 എന്ന് പറയുമ്പോൾ 5 മുതൽ 6 വരെ എന്ന് പറയുന്നത് കോവിഡ് കാലത്തായിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. അപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ അവസാന ചാൻസും കൂടിയാണ്. കാരണം 2020 ഇപ്പോൾ 2025 കഴിയുകയാണ്. അപ്പോൾ ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറയുന്നത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ലേ? പരീക്ഷ എഴുതാൻ പറ്റും. പക്ഷേ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അത് ഒരു കറക്റ്റ് ഉത്തരം പറയാൻ സാധിക്കില്ല. നിലവിൽ 2016 വരെ മാത്രമാണ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. 2017, 2018, 2019 എന്നിവയ്ക്ക് ശേഷം മാത്രമാണ് 2020 എക്സാം കോൾ ഫോർ ചെയ്യുള്ളൂ. തീർച്ചയായും വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്റർ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തവണ തന്നെ ക്ലിയർ ചെയ്ത് പോകുക. അല്ലെങ്കിൽ നിങ്ങൾക്കിട്ടുള്ള 8ൻ്റെ പണി തന്നെയാണ് വരുന്നത്. ഇനി എത്ര നാൾ കഴിഞ്ഞാൽ മാത്രമാണ് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ നിലവിൽ 2016 വരെ മാത്രമേ കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. 2017 പെൻഡിങ് ഉണ്ട്, 2018 പെൻഡിങ്, 2019 പെൻഡിങ്. ഇവ മൂന്നിനും ശേഷം മാത്രമാണ് 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ വിളിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു 5 വർഷത്തേക്ക് നോക്കുകയേ വേണ്ട എന്ന് തന്നെ നമുക്ക് ഷുവറായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക. ജനുവരി മാസം മറ്റൊന്ന് നിരവധി പരീക്ഷകൾ നടക്കുന്നുണ്ട്, പഠിച്ചു മുന്നേറുക. ഇപ്പോൾ നമ്മൾ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ സെമസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി അഥവാ ഒരു സെമസ്റ്ററിൽ ഒന്നോ രണ്ടോ സപ്ലി വന്നു കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത എക്സാമിൽ തന്നെ അത് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഒന്നാം സെമസ്റ്റർ എക്സാമിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാം സെമസ്റ്ററിൻ്റെ കൂടെ എഴുതാൻ സാധിക്കും. ആ മൂന്നാം സെമസ്റ്ററിൻ്റെ കൂടെ എഴുതുമ്പോൾ തന്നെ ആ ഒന്നാം സെമസ്റ്റർ സപ്ലി ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് എഴുതുമ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്ത എക്സാമിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുക. അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്. വീണ്ടും എക്സാമിന് വെയിറ്റ് ചെയ്യേണ്ടത് വരും. നമ്മുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വൈകും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഡിലേ ആകും. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വരും. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരെ നമസ്കാരം. ഫോൺ കരിയർ ഗൈഡൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.